ഹലോ. അപ്പം IPL ഇന്നത്തെ ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈ ഗുജറാത്ത് ടൈറ്റാൻസിനോട് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ആദ്യം ബാറ്റിങ്ങിന് വിട്ട ചെന്നൈക്ക് തുടക്കത്തിൽ തന്നെ 3 വിക്കറ്റുകൾ, പവർ പ്ലേയിൽ എനിക്ക് തോന്നുന്നു 3-4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ചെന്നൈ വളരെ ദയനീയമായ സ്കോറിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഒരറ്റത്ത് നിന്നുകൊണ്ടിരുന്ന ഋതുരാജാണ്. പക്ഷേ പുള്ളിക്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇന്നിങ്സ് നമ്മൾ ബാക്കിയുള്ള കളികളിൽ ബാക്കി ബാറ്റ്സ്മാൻമാർ ചെയ്യുന്ന കണ്ടപോലെ ആക്സിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു 123 ഓടാണ് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ്. അപ്പം ഞാനിപ്പോൾ പറയുന്നതുകൊണ്ട് ഒത്തിരി ഫാൻസുകാർക്ക് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല. അതായത് ഋതുരാജ് ഒരു സൈഡിൽ ബാറ്റിംഗ് കൊളാപ്സ് വന്നപ്പോൾ പിടിച്ചു നിന്നു, ശരി തന്നെ. പക്ഷേ പുള്ളി ടുവേർഡ്സ് എൻ്റെ എന്താണ് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. കാരണം നിങ്ങൾ ലാസ്റ്റ് ഓവറിൽ തന്നെ വന്ന ബോളിൽ ലാസ്റ്റ് ഓവറിലെ രണ്ടാമത്തെ ബോളിൽ ഒരു ബോൾ എന്ന് പറയുന്നത് പുള്ളി വെറുതെ ലീവ് ചെയ്ത് വിട്ടൊരു ബോൾ, അതും ലാസ്റ്റ് ഓവറിൽ 160 പോലും എത്തുവരെന്നുള്ള സാഹചര്യത്തിൽ നിന്ന ഒരു കളിയിലാണ് പുള്ളി ആ ഒരു പരിപാടി കാണിച്ചത്. പുള്ളി ആഞ്ഞടിച്ചിട്ട് പോലും ഒരു 6 പോകാനായിട്ട് പാടുപെടുന്നതാണ് നമ്മൾ ലാസ്റ്റ് ഓവറുകളിൽ കണ്ടത്. ആ പുള്ളിയുടെ മോഭാവം തന്നെ അത് പറയും. അപ്പം കാര്യമൊക്കെ ശരിയാണ്, തുടക്കത്തിൽ വിക്കറ്റ് പോയി. അപ്പോൾ ഒരു സൈഡിൽ ഹോൾഡ് ചെയ്ത് കളിക്കണം. അപ്പോൾ പുള്ളി ഒരു സൈഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിൽ അറ്റാക്ക് ചെയ്യാൻ പോലും ലാസ്റ്റ് ഓവർ ആയപ്പോൾ ആകെ ജാമ്യ ഓട്ടം മാത്രമുള്ളായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ളൊരു വിക്കറ്റായിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇന്നിങ്സ് പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി ബാറ്റിംഗ് എളുപ്പമായിട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം ഗുജറാത്ത് ചേസ് ചെയ്ത രീതി നമുക്ക് കാണാൻ പറ്റും. അവർ 2 ഓപ്പണേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കളിച്ചിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേന് സായി സുദർശൻ അറ്റാക്ക് ചെയ്ത് കളി ഫിനിഷ് ചെയ്തത്. അപ്പം ഇപ്പം തൊട്ട് മുമ്പ് നടന്ന കളിയിൽ കൊൽക്കത്തയുടെ കളിയിലാണെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്, കൊൽക്കത്തയ്ക്കും പവർ പ്ലേ തന്നെ 3 വിക്കറ്റാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സമയത്താണ് റിങ്കു സിംഗ് ഒരു 12ാമത്തെ ഓവറിൽ 10ാമത്തെ ഓവറിൽ സംതിങ് ആണ് റിങ്കു സിംഗ് ബാറ്റിംഗ് വരുന്നത്. പുള്ളി ഏകദേശം ഇതേ അവസ്ഥയിലാണ്, അതായത് ഇന്നത്തെ ചെന്നൈയുടെ അവസ്ഥയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഋതുരാജ് കളിച്ച ഏകദേശം അതേ ഇന്നിങ്സ് തന്നെയാണ് റിങ്കുവും കളിച്ചത്. പക്ഷേ റിങ്കു ലാസ്റ്റ് വന്നപ്പോഴത്തേന് ആക്സിലേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പുള്ളി ഫിനിഷർ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് വരുമെങ്കിലും പക്ഷേ റിങ്കു ഇപ്പോൾ കളിച്ചൊരു ഇന്നിങ്സ് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു ഇന്നിങ്സാണ്. സംഭവം നോക്കുമ്പോൾ ചെന്നൈയും കൊൽക്കത്ത ഏകദേശം ഒരേ സ്കോറിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തെന്നുണ്ടെങ്കിലും റിങ്കുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 160 or 180 സംതിങ്ങിലാണ്. അതായത് 50 ബോൾസിൽ 83 സംതിങ് ആണ് റിങ്കു അടിച്ചെടുത്തത്. അപ്പം അങ്ങനെ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് ചെന്നൈയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വേറെ വന്നേനെ. കാരണം 16 ഓവറിലാണ് ഗുജറാത്ത് കളി ജയിച്ചത്. അപ്പം ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 40 ഓവർ റണ്ണിൻ്റെ ഡിഫറൻസ് ആണ് ചെന്നൈയുടെ സ്കോറിങ്ങിൽ നമുക്ക് വന്നത്. അപ്പം സംഭവം ഋതുരാജ് ചിലപ്പോൾ നിന്നില്ലെങ്കിൽ ഒരു 80-90 അല്ലെങ്കിൽ ചിലപ്പോൾ 100 ആ ഒരു ഇതിൽ ചിലപ്പോൾ ഓൾ ഔട്ടായി പോയേനെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് 150 റൺ വരെ പോയതുകൊണ്ട് ഒരു മാന്യമായ സ്കോർ എത്തിയെന്നല്ലാണ്ട് ജയിക്കാൻ പാകത്തിൻ്റെ സ്കോർ അല്ല അവിടെ എത്തിയത്. അപ്പം എനിക്ക് തോന്നുന്നില്ല പുള്ളി ഇപ്പോഴും ഫോമിലേക്ക് തിരിച്ചു വന്നെന്ന് പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയുള്ള കളികൾ നോക്കാം. എനിക്ക് തോന്നുന്നു ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ ഇനിയുള്ള കളികളിൽ എല്ലാ കളികളും തന്നെ ജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലുള്ള ചാൻസ് കാണുന്നുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.